ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു നന്നാറി സർബത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു സർബത്ത് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ തണുപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ബദാം പിസിനൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ബദാം പിസിന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു 3 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. 3 മണിക്കൂറൊക്കെ ആയാലാണ് നല്ലോണം തന്നെ ഒന്ന് കുതിർന്ന് കിട്ടുള്ളൂ. നല്ലോണം കുതിർന്ന് വന്നതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ആൽമണ്ട് ഇല്ലേ, ബദാം പരിപ്പിൻ്റെ മരത്തിൻ്റെ ഗമ്മ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണതാണ് കേട്ടോ. അത് അതിൻ്റെ പശ വെച്ചിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇത് കഴിക്കണത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ശരീരമൊക്കെ തണുപ്പിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് ഈ ഒരു ബദാം പിസിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊരു 3 മണിക്കൂർ കൊണ്ടാണ് കേട്ടോ അതൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ കൊണ്ടൊക്കെ ഇത് കുതിർന്നതൊക്കെ കിട്ടും. പക്ഷേ നന്നായിട്ട് കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കുതിർന്ന് വന്നിട്ടുള്ള ബദാം പിസിനൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബദാം പിസിന് നമുക്ക് ആയുർവേദ മരുന്ന് കടകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് പിന്നെ ഓൺലൈനിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ. അതുപോലെ കുതിർത്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെക്കുക. എന്നിട്ട് ആവശ്യാനുസരണമൊക്കെ എടുത്തിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഡ്രിങ്കിൽ മാത്രമല്ല കേട്ടോ അത് ചേർക്കുക. നമ്മൾ സാധാരണ ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലും ഈ ഒരു ബദാം പിസിനൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ലെമൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് ഒന്ന് ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ലെമണും കട്ട് ചെയ്തിട്ട് ആ ഒരു നീര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നന്നാറി സിറപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം നന്നാറി സിറപ്പാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ കുറവായിട്ടൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രിങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സിറപ്പിൽ നന്നായിട്ട് തന്നെ മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിർത്തെടുത്തിട്ടുള്ള സബ്ജാ സീഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടീസ്പൂൺ അളവിൽ സബ്ജാ സീഡ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റോളം വെച്ചതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു സിറപ്പ് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വീണ്ടും 1/4 കപ്പോളം നന്നാറി സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കണില്ല. ഈ ഒരു സിറപ്പ് മാത്രം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.